അവസാനം നമ്മളിതാ മുന്തിരിത്തോട്ടത്തിലെത്തി. സിനിമയിൽ കണ്ടിട്ടുള്ള ഏക്കർ കണക്കിന് മുന്തിരിത്തോട്ടവും തോട്ടത്തിലൂടെ നടക്കുന്ന നായികയും മുന്തിരിങ്ങയൊക്കെ ആയിരുന്നു മനസ്സിൽ. ഏക്കർ കണക്കിന് സ്ഥലത്ത് മുന്തിരിങ്ങയുണ്ട്, പക്ഷേ നമ്മളെ ആകെ കയറ്റുന്നത് വളരെ കുറച്ച് സ്ഥലത്ത് മാത്രമാണ്. അത് ഏക്കർ പോയിട്ട് 1/2 സെന്റ് സ്ഥലം പോലും ഉണ്ടായില്ല. കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ. അതിങ്ങനെ തിരിച്ചിട്ടുണ്ട്. അതിന്റെ ഉള്ളിൽ നിന്നിട്ടാണ്. പ്രത്യേകിച്ച് പാസ് ഒന്നുമില്ല, ഫ്രീ ആയിട്ട് കയറാൻ പറ്റും. നല്ല തിരക്കുണ്ടായിരുന്നു. കൂടുതലും മലയാളീസ് ആണ്, ഫാമിലീസ് ആണ്. അങ്ങനെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ നിന്ന സ്ഥലത്ത് ഒഴികെ ബാക്കിയുള്ള സ്ഥലത്തെ മുന്തിരിങ്ങ എല്ലാം പറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ നിന്ന സ്ഥലത്ത് മാത്രമാണ് മുന്തിരിങ്ങ ഉള്ളത്. ആ മുന്തിരിങ്ങ നമുക്ക് പറിക്കാനും പറ്റില്ല. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് മുന്തിരിങ്ങ പറിക്കരുതെന്ന്. കമ്പത്തെ പ്രത്യേക കാലാവസ്ഥ കാരണം വർഷം മുഴുവനും മുന്തിരി വിളവെടുക്കുന്നുണ്ടെന്ന് കേട്ടോ കേട്ടത്. വേനൽക്കാലമാണ് അവിടെ പ്രധാന സീസൺ. നമ്മൾ പോയതും വേനൽക്കാലത്താണ്. പിന്നെ അവിടെ നിന്ന് തന്നെ പറിച്ച ജ്യൂസ് അവിടെ നിന്ന് തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ഗ്ലാസ് ജ്യൂസിന് 50 രൂപയാണ്. പിന്നെ വൈനുണ്ട്. വൈൻ നമ്മൾ മേടിച്ച വൈന് 350 രൂപയാണ്. പിന്നെ മുന്തിരിങ്ങ ബോക്സിലാക്കി കൊടുക്കുന്നുണ്ട്. 3 കിലോയും 5 കിലോയും ഉള്ള ബോക്സ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. 1 കിലോയുടെ ബോക്സ് ഒന്നും കൊടുക്കുന്നില്ല കേട്ടോ. നിങ്ങൾ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഉപകാരമായിക്കോട്ടെ എന്ന് വെച്ച് പറഞ്ഞാണ്. മുന്തിരിങ്ങ മോശമില്ല കേട്ടോ. മുന്തിരിങ്ങ നല്ലതാണ്. പുളിയൊന്നുമില്ല, നല്ല മധുരമുണ്ട്. അതുകൊണ്ട് മുന്തിരിങ്ങ എന്തായാലും മേടിച്ചോ, നല്ലതാണ്. അവിടെ ഒരു ചെറിയ കുതിര സവാരി ഉണ്ട് കേട്ടോ. കുതിരയുടെ മേലെ കയറി നമുക്ക് കുറച്ച് ദൂരം, നമ്മൾ കയറിയില്ല, കണ്ടതാണ്, കുറച്ച് ദൂരം മുന്തിരിത്തോട്ടത്തിലൂടെ എല്ലാം നടക്കാൻ പറ്റും. വൈകുന്നേരം സമയം ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ. സ്കൈ കാണാനാണെങ്കിലും പിന്നെ നമ്മുടെ സൂര്യൻ അസ്തമിക്കാറായപ്പോഴെല്ലാം ആ വെയിലും എല്ലാം ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടി. നമ്മൾ അതിലൂടെ നടന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കുന്നുണ്ടായിരുന്നു. മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിരുന്നില്ലേ, കമ്പം കുറച്ച് മലകളാ ചുറ്റപ്പെട്ടിരിക്കുന്ന സ്ഥലം പോലെയാണെന്നുള്ളത്. ആരും കാണാത്തുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കട്ടോ. നല്ല രസമാണ് അത് കാണാൻ വേണ്ടിയിട്ട്. അപ്പം കമ്പം ഒരു താഴ്ന്ന പ്രദേശമാണ് കേട്ടോ. തമിഴ്നാട്ടിലെ തന്നെ തേനി ജില്ലയിലാണ് കമ്പം ഉള്ളത്. നമ്മുടെ കേരളത്തോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന സ്ഥലം കൂടിയാണ്. ആരെങ്കിലും പോയി കാണാത്തുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കി, നല്ല രസമുണ്ട് കേട്ടോ. മുന്തിരി നഗരം എന്നൊക്കെയാണ് ഇവിടെ കമ്പം അറിയപ്പെടുന്നത്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഗൂഡല്ലൂർ വരെ പോയി. ഗൂഡല്ലൂർ ഏറ്റവും അടുത്തൊരു സിറ്റിയാണ് കേട്ടോ ഇതിന്റെ. അപ്പൊ നമ്മൾ വെറുതെ ഗൂഡല്ലൂർ വരെ പോയി. ഗൂഡല്ലൂർ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ ഗൂഡല്ലൂരിന്റെ കുറച്ച് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് തിരികെ പോന്നു കേട്ടോ. പോരുന്ന വഴിക്ക് നമ്മൾ ചെറിയ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കടയിൽ കയറി ചായ കുടിച്ചു. അത് അവിടുത്തെ സ്പെഷ്യലും കൂടി ആയിരിക്കുമല്ലോ. അപ്പം നല്ലതായിരുന്നു. നമ്മൾ അവിടെ കയറി ചായ എല്ലാം കുടിച്ചിട്ട് തിരിച്ച് പോരുവാണ്. പോരുന്ന വഴിക്ക് നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ നമ്മളൊരു വളവില് വണ്ടി നിർത്തിയിട്ട് കുറച്ച് കമ്പം കണ്ടില്ലായിരുന്നു. കമ്പത്തിന്റെ ഒരു ഭംഗി അതേ സ്ഥലത്ത് തന്നെ നമ്മൾ വണ്ടി നിർത്തിയിട്ടോ. അവിടുത്തെ രാത്രി ഭംഗി കാണാൻ വേണ്ടിയിട്ട് നിറയെ ലൈറ്റ്സ് ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട്. നമ്മൾ പകല് കണ്ടപ്പോഴും നല്ല ഭംഗിയാണ്, രാത്രി കാണുമ്പോഴും നല്ല ഭംഗിയാണ് കേട്ടോ. ഇത് ഫോണിൽ എത്രമാത്രം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഒരു ഭംഗിയുണ്ടല്ലോ, ആ ഭംഗിയാണ് കേട്ടോ ഞാൻ പറയുന്നത്. നല്ല ഭംഗിയുണ്ട്. നമ്മൾ തിരിച്ചു പോകുന്നപ്പോൾ അവിടെ നിർത്തി ആ ഭംഗിയെല്ലാം ആസ്വദിച്ച് തിരികെ നമ്മൾ വണ്ടി കയറി. നമ്മൾ പാട്ടൊക്കെ ഇട്ട് അടിച്ച് പൊളിച്ച് തുള്ളി കളിച്ച് പോരുകയാണ്. ബാക്കിലിരിക്കുന്ന 2 പേര് സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടായിരിക്കുന്നത് എന്നുള്ളത് ഞാൻ ഇപ്പോഴാട്ടോ കാണുന്നത്. എന്ത് നല്ല കുട്ടികളല്ലേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇനിയും നമ്മൾ ഒരുപാട് നല്ല വിശേഷങ്ങളായിട്ട് വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ.